ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒഡിയൻ ബീഫ് ഫ്രൈ ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഒഡിയൻ ബീഫ് ഫ്രൈ. എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി തീരുന്ന ഐറ്റമാണ് ഒഡിയൻ ബീഫ് ഫ്രൈ. അത് തയ്യാറാക്കാനായിട്ടൊരു പാനിലേക്ക് നമ്മളിപ്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ അതിൽ പെരിഞ്ചീരകം കൂട്ടി പൊട്ടിക്കുക. അതിൽ ചോപ്പി വെച്ചിട്ടുള്ള ജിഞ്ചർ ആഡ് ചെയ്യുക. ചോപ്പി വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് റെഡ് ചില്ലി ഒടിച്ചിട്ടത്, കറിവേപ്പില, ഇത്തിരി സംഭവങ്ങൾ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ള ഒനിയൻ അതിലേക്ക് ആഡ് ചെയ്യുക. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് സോട്ട് ആവാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയതിന് ശേഷം മാത്രമായിരിക്കും മസാല ആഡ് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് അതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ സോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലൊരു ഇതും ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മസാല ആഡ് ചെയ്യുകയാണ്. മസാലയായിട്ട് നമ്മൾ ആകെ ചേർക്കുന്നത് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, അല്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ, വളരെ മഞ്ഞപ്പൊടി മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബോയിൽ വെച്ചിട്ടുള്ള ബീഫ്, അതിൽ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ബോയിൽ വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത് സോയാ സോസാണ്. നല്ലൊരു ഡാർക്ക് കളറിന് വേണ്ടിയിട്ടും ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടും നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ശരിക്കും ഡാർക്ക് കളറായിട്ടുള്ള ബീഫ് ഫ്രൈ ആയിട്ട് കിട്ടും. അതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി, പിന്നെ അല്പം ഗരം മസാല, കുറച്ച് റെഡ് ചില്ലി ക്രഷ്ഡ്, പിന്നെ നല്ല രീതിയിൽ നമ്മൾ അതിനെ സോട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ജീരകപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, റെഡ് ചില്ലി ക്രഷ് ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അല്പം കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബ്ലാക്ക് കളറായിട്ട് കിട്ടുമൊക്കെ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം അജിനോമോട്ടോ ആഡ് ചെയ്യാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റായിട്ടും കിട്ടും. ഇപ്പോൾ നമ്മുടെ ഒഡിയൻ ബീഫ് ഫ്രൈ റെഡി ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.